കൂക്കിമോനെ എണ്ണിച്ചേ എന്തോ ഓർക്കുക ഇത്? വേഗം എണ്ണിച്ചേ. കഴിഞ്ഞു, വെക്കേഷൻ എല്ലാം കഴിഞ്ഞു, ഇന്ന് സ്കൂൾ ഓർക്കുക. വേഗം എഴുന്നേക്ക്, ഒരുങ്ങിക്കേ. എന്തോ അമ്മേ, എനിക്ക് ഉറങ്ങണം. സ്കൂളിൽ നമുക്ക് നാളെ പോകാം. അയ്യോ, എന്തിനാ നാളെ പോകുന്നേ? അത് മോന് ബുദ്ധിമുട്ടാകത്തില്ലേ? നാളെയും പോകണ്ട, നീ ഉറങ്ങ്. നീ മോഞ്ചി എണ്ണീച്ചേ, അവള് കിടക്കുക. ഈ വർഷം 8ാം ക്ലാസ്സിലാ നീ. കഴിഞ്ഞ പ്രാവശ്യം വരെ ഉള്ള നിന്റെ വിളച്ചിലൊന്നും ഇനി ഇവിടെ നടക്കത്തില്ല, ഹൈസ്കൂളായി. ഓ, ഈ അമ്മ ഒരു സമാധാനം തരത്തില്ല ഇനി അങ്ങോട്ട്. ഞാൻ 10 വരെ എണ്ണും, അതിനുള്ളിൽ 2 എഴുന്നേച്ച് ബാത്റൂമിൽ കയറിയില്ലെങ്കിൽ. ഓ, ഈ അമ്മ ഇത് സമ്മതിക്കത്തില്ല. ദോണ്ട നോക്കിക്കേ, പിള്ളേരൊക്കെ പോന്ന്. ഇവിടെ ഉള്ള 2 എണ്ണം ഇതുവരെ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ദൈവമേ, ദേണ്ട 10 മണി ആയിടി. ഇറങ്ങ് കൊച്ചുങ്ങളെ ഇങ്ങോട്ട്. എന്തോ അമ്മ ഇത്, ഒന്ന് കുളിക്കാൻ സമ്മതിക്കുവോ? കുളിക്കാനോ? കുളിക്കാനോ? ഇതാണോ കുളി? 2 മണിക്കൂർ എടുത്ത് എന്തോ അടി കുളി? നീ എന്തോ ആനയോ? അമ്മ വീടമ്മ, എന്തിനാ അമ്മ അടിക്കുന്നേ? കുളിക്കാണോടി ഇത്? ഇങ്ങനെ മേലെ നീ ബാത്റൂമിൽ കയറി ഇങ്ങനെ നിന്നാ ഉണ്ടല്ലോ, സമയമില്ലാത്ത സമയത്ത് ഓരോ പിള്ളേർ സ്കൂളിൽ പോയടി, നീ ബാത്റൂമിൽ കയറി നിൽക്കുവാ അവള്. ഞാൻ മാത്രമൊന്നല്ലോ, ആ കൂക്കിയും കുളിച്ചു കഴിഞ്ഞില്ലല്ലോ. അവൻ എത്രലാടി? ഓ തള്ള, രാവിലെ ആയപ്പോ തന്നെ തുടങ്ങി. നിങ്ങൾ എന്നെ അങ്ങ് കൊന്നുകളാ. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നേ? കൊല്ലുവിടി, ഞാൻ കൊല്ലും. ആദ്യം നീ 8ാം ക്ലാസ് ജയിക്ക്, അത് കഴിഞ്ഞ് 10ലെ റിസൾട്ടൊക്കെ വരട്ടെ. അപ്പം ഞാൻ ആലോചിക്കാം നിന്നെ കൊല്ലണോ വാഴിക്കണോ എന്നൊക്കെ ഉള്ളത്. 8ാം ക്ലാസ്സിൽ അങ്ങോട്ട് കയറിയില്ല, അപ്പോഴത്തേക്കും തുടങ്ങി 10ാം ക്ലാസ്സിലെ റിസൾട്ടിന്റെ കാര്യം നാശം പിടിക്കാനായിട്ട്. എന്താ പടി നീ പുറകുറുക്കുന്നേ? മുഖത്ത് പോയി പറയടി. ഓ, ഞാനൊന്നും പുറകുറുത്തില്ല. നിങ്ങൾ പോയി നിങ്ങളെ ഇളയ സന്താനത്തിനെ വിളിക്ക്, ഞാൻ പെട്ടെന്ന് ഒരുങ്ങി കഴിയും. അമ്മേനാ വന്നു. എന്തുവാടാ ഈ മോന്തെ കാണിച്ചു വെച്ചേക്കുന്നത്? ഇതെന്തോ തുണിയാ? മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നെ ഒരുക്കാന്ന്. അപ്പൊ അവന് തന്നെ കുളിക്കണം, തന്നെ ഒരുങ്ങണം, എന്നിട്ട് ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് നിൽക്കും. ഇനി ഇതെല്ലാം ശരിയാക്കി എപ്പ നമ്മൾ സ്കൂളിൽ ചെല്ലുകടാ കൂക്കി? ഇതെന്താ ഇത്? അമ്മയ്ക്ക് ഇതിനൊന്നും പറയാനില്ല. ഞാനൊന്ന് കുളിക്കുന്നതിനാ അമ്മയ്ക്ക് പ്രശ്നം മൊത്തം. എന്തോ ഇവിടെ പ്രശ്നം? ഇവിടെ ആരും റെഡി ആയില്ലേ? എന്തുവാ കൂക്കി നീ കാണിച്ചു വെച്ചേക്കുന്നേ? കല്യാണി, നീ ഇതുവരെ റെഡി ആയില്ലേ? എന്റെ മോഞ്ചി, നിനക്ക് തുണിയില്ലേ? നീ ഇതുവരെ തുണി പോലും കൊടുത്തില്ലല്ലോ. അതെങ്ങനാ? നിങ്ങളുടെ ഈ 2 വൃത്തികെട്ട മക്കളെ റെഡിയാക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെങ്കിലും ഞാൻ ഈ 2 എണ്ണം ഉണ്ടായതിനു ശേഷം സമയത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആഹാ, അമ്മയല്ലേ എന്നും ഞങ്ങളൊക്കെ മുന്നേ നേരത്തെ എഴുന്നേക്കുന്നേ. അപ്പൊ നേരത്തെ എഴുന്നേക്കുന്ന അമ്മ നേരത്തെ കുളിക്കണം, എന്നിട്ട് വന്നിട്ട് വേണം ഞങ്ങളെ വിളിക്കാൻ. ഇത് ഞങ്ങളെല്ലാം വിളിച്ച് എഴുന്നേപ്പിച്ച് ഞങ്ങളെ കുളിപ്പിച്ച് കഴിഞ്ഞ് കുളിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അമ്മ താമസിക്കുന്നേ, അല്ല ഞങ്ങളുടെ ആരുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല. ഓ, ഒന്ന് നിർത്താം അമ്മയും മക്കളും. വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാം. ആദ്യം നിങ്ങളെല്ലാം ഒന്ന് ഒരുങ്ങ്. ഇപ്പൊ തന്നെ സമയം 10 മണിയായി. 10:30 ആകുമ്പോ തന്നെ അവരുടെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. വേഗം വാ. എന്തോ നോക്കി നിൽക്കുവാടി? പോയി തുണിയിടടി. അച്ഛനും ഇവിടെ ഉണ്ടെന്നോ ആങ്ങളെ ഇവിടെ ഉണ്ടെന്നോ ഉള്ള നോട്ടമൊന്നും ഇല്ല. തുണി മണി ഇല്ലാണ്ടങ്ങ് നടക്കും അവള്. അമ്മേ, ഇന്ന് വന്നേ, ഈ സിബ് ഇടാൻ പറ്റുന്നില്ല. അമ്മേ, ഓടി വാ. ഓ, എന്തുവാടാ? കുടുങ്ങിയോ? എന്റെ ദൈവമേ, എടാ നിക്കറിടണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ? നിക്കറിടത്തില്ല അവൻ. എന്നിട്ട് കല്യാണി ഇങ്ങ് വാങ്ങുവാ, ഇവിടെ ഇരിക്കേ. എന്താ താമസിച്ചേ? ഓ, ഒന്നും പറയാതിരിക്കുന്നയാ ഭേദം. എനിക്കും ഉണ്ടല്ലോ 2 എണ്ണങ്ങൾ ഇതുപോലെ കുരുസം കേട്ട കൊച്ചുങ്ങൾ. അയ്യോ, അതുങ്ങളെല്ലാം ഒന്ന് ഒരുക്കി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അതിൻ്റെ പുകിലായിരുന്നു വീട്ടിൽ. അവിടെ ഇതൊക്കെ തന്നെ. അല്ല, നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെങ്ങാണ്ട് ആരോ വാടകയ്ക്ക് വന്നെന്നറിഞ്ഞു. എങ്ങനെ ഉണ്ടാവര്? കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെ ഇതുപോലെ 2 പിള്ളേരാണ്, ഒരാണും ഒരു പെണ്ണുമാണ്. അതിൽ ഏറ്റവും ഇളയ മോളാണെങ്കിൽ കൂക്കിയുടെ അതേ പ്രായമാണ്, ഇവിടെ 1ാം ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട്. അതേപോലെ മൂത്തതൊരു മോനാണ്, അവൻ എൻ്റെ മോഞ്ചിയുടെ പ്രായമാണ്. ആ ചെറുക്കനെ ഇവിടെ 8ലോട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവരെ ട്യൂഷൻ വിടുന്ന കാര്യവും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൂട്ടിന് പിള്ളേരായല്ലോ, അപ്പോൾ ഇവർ 4 പേരും കൂടെ അങ്ങ് പോകുമല്ലോ. എനിക്കാണെങ്കിൽ ഇവരെ 2 പേരും ഒറ്റയ്ക്ക് വിടാനൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം മറ്റേ പിള്ളേരോട് ആയപ്പോഴത്തേക്ക് എനിക്ക് ആ പേടി അങ്ങ് പോയി. അങ്ങ് വരെ പോകണ്ടേ ട്യൂഷൻ, നടന്നു വേണ്ടേ പോകാൻ. ഇനി സൈക്കിളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വരണ്ടേ? ഈ കുഞ്ഞുങ്ങൾ ഈ 2 എണ്ണം ഭയങ്കര മെനയാന്നേ. അല്ല, എവിടെയാണ് ട്യൂഷൻ വിടുന്നേ? ഓ, നമ്മുടെ ഇന്ദുലേഖ ടീച്ചറില്ലേ, പുള്ളിക്കാരി ട്യൂഷൻ എടുക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് തൊട്ട് എന്നോട് പറയുന്നുണ്ട് മോഞ്ചീനെ അങ്ങോട്ട് വിടുന്ന്. ഞാനങ്ങ് മടിച്ചതാ. ഒറ്റയ്ക്കല്ലേ ഉള്ളു, അടുത്തൊന്നും പിള്ളേരും ഇല്ല. അപ്പോൾ
അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൾക്ക് പോകാം. ഇതിപ്പോൾ ആരും ഇല്ലാത്തടത്ത് ഇനി ഇവൾ ഒറ്റയ്ക്ക് പോയി വരണ്ടേ. അത് മാത്രമല്ല അവൾ ICSE അല്ലായിരുന്നു, അപ്പം സ്കൂളിലും ഫീസ് കെട്ടണം, അതിൻ്റെ കൂട്ടത്തിൽ ട്യൂഷൻ ഫീസ് കൂടെ, അതെല്ലാം ഒന്നും ജോർജ് ഇച്ചായനെ കൊണ്ട് പറ്റത്തില്ലെന്നേ കൂട്ടാൻ. പിന്നെ അത് മാത്രമാണോ, കൂക്കിയും ചെറുതല്ലേ, അപ്പം അവൻ്റെ കാര്യങ്ങളും നോക്കണം. ഈ ചെറുക്കനാണെങ്കിൽ എപ്പോഴും ഓരോ കുരുത്തക്കേട് കാണിച്ച് തലയും പൊട്ടിച്ച് കൈയും പൊട്ടിച്ച്, ഇനി അവൻ്റെ ദേഹത്ത് ഇനി സ്റ്റിച്ചിടാനും എങ്ങുമില്ല. തല പൊട്ടിച്ചു, കഴുത്ത് പൊട്ടിച്ചു, കൈ രണ്ടും ഒടിച്ചു, കാല് രണ്ടും ഒടിച്ചു, എല്ലാം ഒടിച്ചു. അത് കാരണം ഹോസ്പിറ്റൽ കേസ് എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അവനെയും കൂടെ ചേർത്ത്, അവിടെയാണ് 1 മുതൽ +2 വരെ ട്യൂഷൻ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അവനെയും കൂടെ അങ്ങ് വിടാമല്ലോ. അപ്പോൾ അവനും അങ്ങ് അക്ഷരം പഠിച്ചു പോകും, ഇവളും കൂടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുക. ഇപ്പം മറ്റേ പിള്ളേരും വന്നിട്ടുണ്ട്, അപ്പോൾ അവരെയും വിട്ടു. ഇപ്പോൾ 4 പേരും കൂടെ ഒരുമിച്ച് അങ്ങ് പോകുമല്ലോ. ഏത് ഇന്ദുലേഖ ടീച്ചർ മറ്റേ പണ്ട് +1 +2 ആ വിഷയം ഉണ്ടായേ, അയ്യോ ആ പുള്ളിക്കാരിയുടെ അച്ഛന് വട്ടാണെന്നൊക്കെ പറയുന്നു. അവിടെ വിടുന്നത് ഓക്കെ ആണോ? ഓ ചുമ്മാ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലേ. പിന്നെ ഈ 1ാം ക്ലാസ് മുതൽ +2 വരെയൊക്കെ ഉള്ള പിള്ളേർ അവിടെ പഠിക്കുമോ? +2 കൊമേഴ്സ് പഠിക്കുന്ന കൊച്ചു ഒരു സബ്ജക്റ്റിന് 1500 രൂപ അവർ വാങ്ങുന്നത്. മീൻസ് അത്രയും പിള്ളേർ ചെല്ലുന്നെന്ന്. അല്ലാതെ അവർ ചുമ്മാ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് കണ്ണുകടി അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നില്ലേ ഓരോന്ന്. പിന്നെ അയാൾക്ക് പണ്ടെങ്ങാണ്ട് എന്തോ വിഷയം വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇപ്പം പഠിപ്പിക്കുന്നത് ടീച്ചറല്ലയോ, അയാളൊന്നും അല്ലല്ലോ. അങ്ങനെ വിഷയമൊന്നുമില്ല. എന്നാൽ പിന്നെ ഇത്രയും പിള്ളേർ അവിടെ നിൽക്കുമോ? ആണോ? എന്നാൽ പിന്നെ എൻ്റെ ചന്തുവിനെയും കൂടെ അങ്ങോട്ട് വിടാം. ഞാനാണെങ്കിൽ കുറേ തപ്പി വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടോന്ന്, എല്ലാം ട്യൂട്ടോറിയലല്ലേ. അപ്പോൾ പിന്നെ 1ാം ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവനെയും കൂടെ അങ്ങോട്ട് വിടാം. അതാ ഞാനും പറഞ്ഞത്, നല്ലതാന്നേ അവിടെ. 1ാം ക്ലാസ്സിലെ കൊച്ചുങ്ങൾക്ക് 500 രൂപയേ ഉള്ളൂ മൊത്തം സബ്ജക്റ്റും പഠിപ്പിക്കുന്നതിന്. പിന്നെ 8ലെ പിള്ളേർക്ക് 700 രൂപയാണ് പറഞ്ഞേക്കുന്നത്, അതെല്ലാ സബ്ജക്റ്റും കൂടെ. പിന്നെ +1 +2ലെ പിള്ളേർക്കും 10ലെ പിള്ളേർക്കുമാണ് ഇവർ പൈസ കൂടുതൽ എടുക്കുന്നത്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, അവനെയും കൂടെ വിടാം. ഇപ്പോൾ കൂക്കിയും കൂടെ ഉണ്ടല്ലോ. അല്ല അപ്പുറത്തെ ആ കൊച്ചുങ്ങൾ എങ്ങനെയാണ്, കൂക്കിയായിട്ടൊക്കെ കൂട്ടായോ? ഓ എവിടുന്നാ, 2 ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അങ്ങ് ഇച്ചായൻ്റെ വീട്ടിലായിരുന്നു. ഇച്ചായൻ്റെ ചേട്ടനാണ് രാത്രി കൊണ്ട് വിട്ടത്, അത് ഉറങ്ങിക്കഴിഞ്ഞ്. രാത്രി ഒരു 7 മണിയായപ്പോൾ വിളിച്ചപ്പോൾ പറയുക, അമ്മേ ഞങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ പൊക്കോളാം. ആരാ ഇളയവൻ കൂക്കി പറയുക. 2നെ ഉറക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ട് കിടത്തിയപ്പോഴത്തേക്കും 2 അങ്ങ് ഉണന്ന്. കുറച്ച് നോക്കി കൂടെ പോകാൻ. ഇവിടുന്ന് ഞാൻ വടി എടുത്തപ്പോഴത്തേക്ക് കൂക്കി പോയി അങ്ങ് കിടന്ന്. പിന്നെ മൂഞ്ചിയൊന്നും പറഞ്ഞില്ല, അവളും പോയി അങ്ങ് കിടന്നു. പിന്നെ രാവിലെ ഉണന്ന്. രാവിലെ എന്തോരം ബഹളം കഴിഞ്ഞിട്ടാണെന്നറിയാമോ 2നെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ തലനീര് പറ്റി. അവിടെ ഇതിനേക്കാൾ വലുതാ, എല്ലാ പിള്ളേരും കണക്കാം. ഇതൊക്കെ വലുതാകുമ്പോൾ അങ്ങ് മാറും. കൂക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ലേ? വേഗം മേലൊക്കെ ഒന്ന് കഴിക്കുക. മോഞ്ചി നിന്നോടും ഉണ്ടാ, വേഗം മേല് കഴുകുക. നിങ്ങളെ 2 പേരും ട്യൂഷന് ഞാൻ ചേർത്തിട്ടുണ്ട്. ട്യൂഷനോ? ആരെ? എന്തിനെന്നോ, നീ ഇപ്പം 8ാം ക്ലാസ്സിലാ. 2 വർഷം കൂടെ കഴിഞ്ഞാൽ 10ൽ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫുൾ A+ വേണ്ടായോ? 10ൻ്റെ മുന്നോടി എന്ന് പറയുന്നത് 9ാം ക്ലാസ്സാണ്, 9ൻ്റെ മുന്നോടി എന്ന് പറയുന്നത് 8ാം ക്ലാസ്സാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ പഠിച്ചാലേ 10ൽ നിനക്ക് ഫുൾ A+ കിട്ടും. അതുകൊണ്ടാണ് അമ്മ ഈ കഷ്ടപ്പെട്ട് ഈ പൈസ ഇല്ലാഞ്ഞിട്ടും നിൻ്റെ അച്ചാച്ചനോട് വഴക്കുണ്ടാക്കിയാണ് നിനക്ക് ഞാൻ ട്യൂഷൻ സെറ്റാക്കി തന്നത്. മര്യാദയ്ക്ക് ട്യൂഷന് പോക്കണം. രാവിലെ വൈകുന്നേരം ഉണ്ട്, രാവിലെ വൈകുന്നേരം നീ പോകണം. നാശം പിടിക്കാനായിട്ട്. എൻ്റെ പൊന്നമ്മ 10ാം ക്ലാസ്സിൽ ഞാൻ അന്നേരം പഠിച്ചോളാം. എന്തിനാ ഈ രാവിലെ വൈകുന്നേരമൊക്കെ ട്യൂഷൻ? ഓൾറെഡി സ്കൂളിൽ നിന്ന് പഠിക്കാൻ തരും, അതിൻ്റെ കൂട്ടത്തിൽ ട്യൂഷൻ വേറെ. എനിക്ക് വയ്യ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മാസം 700 രൂപയാണ്. 700 രൂപ എണ്ണി കൊടുക്കുന്നത് നിനക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട്. കൂക്കിക്കാണെങ്കിൽ 500 രൂപയും. അമ്മ ഞാൻ 1-ലല്ലേ, അവളല്ലേ 8-ല്. അവളെ വിട്ടോ, ഞാൻ എന്തിനാ പോന്നേ? ആഹാ, അവൾ 8ലാ, നീ 1-ല്. അതായത് 10 വർഷം ആകുമ്പോൾ നീയും 10ലാ. ചേച്ചി ഇവിടെ ആരും ഇല്ലേ? ചേച്ചി എന്തോ? എന്താ അനിതേ? ചേച്ചി പിള്ളേർ 2 പേരും ട്യൂഷന് പോയോ? പോയല്ലോ, ഒരു 5 മിനിറ്റായി കാണും. എന്താ? അല്ല, ഞാനാണെ അവിടെ 2 പേരോടും ഇവിടുന്ന് പിള്ളേർ ഇറങ്ങുമ്പോൾ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയേക്കുമായിരുന്നു. ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുന്ന് പിള്ളേർ പോകുന്ന കണ്ടില്ലെന്ന്. അപ്പോൾ അതാ ഇനി ഇവിടുന്ന് ഇറങ്ങിയില്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ ആണോ? അവരിപ്പോൾ പോയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പിള്ളേർ ശ്രദ്ധിച്ച് കാണത്തില്ല, അവർ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ലല്ലോ, അതായിരിക്കും. എന്നാ അതായിരിക്കും. എന്നാൽ കുഴപ്പമില്ല, ഞാനിതൊന്നും അറിയാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ കൊണ്ടുവിട്ടോളാം. എല്ലാവരും ഞാൻ തന്നത് അതുപോലെ എഴുതി പഠിച്ചേ. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്നും നമ്മളിവിടെ നോക്കത്തില്ല. നമ്മൾ പോർഷൻ ക്ലിയർ ആയിട്ട് പോകും.
ചിലപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് 3rd ചാപ്റ്റർ പഠിക്കുമായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി. അത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അനുസരിച്ചല്ല നമ്മളിവിടെ പോകുന്നത്. നമ്മൾ വേഗം എല്ലാം പഠിച്ച് റിവൈസ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം ഞാൻ തന്നത് എല്ലാവരും അതുകൊണ്ട് പഠിക്കുക. ഞാൻ ഇപ്പം വരാം. A for apple, B for banana, C for car, D for donkey. ഡോങ്കിയോ? എന്തുവാടാ പറയുന്നേ? ഇവിടെ വാടാ. എന്താ? എന്താ നീ പറഞ്ഞേ? ബി ഫോർ ബനാന, സി ഫോർ കാർ, ഡി ഫോർ ഡോങ്കി അല്ലേ? അങ്ങനെയാണോടാ? അങ്ങനെയാണോ? അങ്ങനെ അല്ലേ? എന്നാ അങ്ങനല്ല, ഞാൻ പറയുന്ന പോലെ എഴുതു. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്, ഡി ഫോർ ഡോൾ. എനിക്ക് ഇതിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. നീ ഒന്നിലല്ലേ? 1ാം ക്ലാസ്സിലായിട്ട് നിനക്ക് ഇതിന് സ്പെല്ലിംഗ് അറിയില്ല? എനിക്ക് അറിയത്തില്ല, എന്നെ പഠിപ്പിച്ചില്ല. എന്താ? ആരാ? അത് കുട്ടികളെ ചേർക്കാൻ വന്നതാ. ആരാ? ഇവര് രണ്ടുപേരല്ലേ? കേറി ഇരിക്കടാ. ചെല്ല് മക്കൾ കയറിയിരിക്കേ. അമ്മ വൈകുന്നേരം വരാൻ കേട്ടോ വിളിക്കാൻ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനി എന്നെ ഉപദ്രവിച്ചാ നീ എന്തോ എടുക്കോടാ? നീ എന്തോ എടുക്കോടാ? എമ്പുരാനേ. കുക്കിമോനെ വേണ്ട. എടി പറട്ടെ അമ്മൂമ്മേ. മോഞ്ചി ഓടിക്കോടി. ചേട്ടാ നമുക്ക് ഓടാം. കുക്കിമോനെ നില്ല്. എങ്ങോട്ടാ പോന്നേ? ചിഞ്ചലു ഓടല്ലേ. മഴ